ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് 7ാം ക്ലാസ്സിൻ്റെ 4ാം യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഷിറാസ് ഹുസൈൻ്റെ കഹാനിയാണ് നമ്മുടെ പാഠഭാഗം. തും ജിയോ ഹസാരോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഷിറാസ് ഹുസൈൻ, ജന്മ 25 नवंबर 1985. शिराज हुसैन एक बहुविषयक दृश्य कलाकार है. शिराज ख्वाब तन्हा कलेक्टिव के संस्थापक कलाकार है. वे बाल पत्रिकाओं के लेखक और चित्रकार भी हैं. उन्होंने जामिया मिलिया विश्वविद्यालय के ललित कला विभाग में कई वर्षों तक व्यावहारिक कलाएं सिखाई है. हाल ही में वे मिर्ज़ा गालिब पर बच्चों के लिए किताब बनाने में लगे हैं. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഷിറാസ് ഹുസൈൻ്റെ ഒരു കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കഹാനി? കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി അല്ലെങ്കിൽ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. തും എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. ജിയോ എന്ന് പറഞ്ഞാൽ ജീവിക്കണം. ഹസാരോം സാൽ, ഹസാർ എന്ന് പറഞ്ഞാൽ 1000, ഹസാരോം എന്ന് പറഞ്ഞാൽ 1000ഓളം കേട്ടോ, 1000ഓളം. സാൽ എന്ന് പറഞ്ഞാൽ വർഷം. അപ്പോൾ തും ജിയോ ഹസാരോം സാൽ, നിങ്ങൾ ജീവിക്കണം 1000ഓളം വർഷം. സാൽ കെ ദിൻ ഹോ 50,000. ഹസാർ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഹസാർ 1000. 50 എന്താ? 50. അപ്പോൾ 50,000 എന്ന് പറഞ്ഞാലോ 50,000. സാൽ കെ ദിൻ ഹോ 50,000. അതായത് നമുക്ക് ഒരു വർഷം 365 days ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഇവിടെ എന്താ പറയുന്നത്? നിനക്ക് 50,000 ദിവസങ്ങൾ ഒരു വർഷത്തിൽ ഉണ്ടാവട്ടെ, അതായത് ഒരുപാട് നാൾ ജീവിക്കട്ടെ എന്നാണ് അർത്ഥം വരുന്നത്. തും ജിയോ ഹസാരോ സാൽ, അതായത് നീ ജീവിക്കണം 1000 വർഷം. സാൽ കെ ദിൻ ഹോ 50,000, ഒരു വർഷത്തിൽ 50,000 ദിവസങ്ങൾ വെച്ച് നീ ഒത്തിരി നാൾ ജീവിക്കണം. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ അർത്ഥം. നിമ്മി കാ കൽ ബർത്ത്ഡേ ഥാ. आज सुबह से वो तोहफ़ों को खोल खोल कर देखने में लगी है. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. उस पर एक कार्टून बना था और लिखा था, तुम जियो हज़ारों साल, साल के दिन हो 50,000. നിമ്മി കാ കൽ ബർത്ത്ഡേ ഥാ. ഇവിടെ ബർത്ത്ഡേ എന്നാട്ടോ വായിക്കുന്നത്. അതിനെ ഇന്നലെ നമ്മുടെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പടത്തിൽ കണ്ടോ നിമ്മിയും മുത്തശ്ശനും കൂടെ നിൽക്കുന്നത്? അപ്പോൾ ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ സേ വോ തോഹഫോം കോ ഖോൽ ഖോൽ കർ ദേഖ്നെ മേം ലഗി ഹെ. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, സേവോ രാവിലെ തൊട്ട് അവൾ, തോഹഫോം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം, ഖോൽ ഖോൽക്കർ അതെല്ലാം ഇങ്ങനെ തുറന്നു നോക്കുന്ന ദേഖ്നേമേൽ ലഗി ഹെ, തിരക്കിലാണ്. ആര്? നിമ്മി. അപ്പോൾ ഇന്നലെ നിമ്മിയുടെ പിറന്നാളായിരുന്നു. രാവിലെ തൊട്ട് അവൾ സമ്മാനങ്ങളെല്ലാം തുറന്നു നോക്കുന്ന തിരക്കിലായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ഥാ. വിനോദ് അങ്കിൾ കൊടുത്ത ബർത്ത്ഡേ കാർഡ് വളരെ ഭംഗിയുള്ളതായിരുന്നു, മനോഹരമായിരുന്നു. ഉസ് പർ ഏക് കാർട്ടൂൺ ബനാ ഥാ ഓർ ലിഖാ ഥാ, തും ജിയോ ഹസാരോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000. അപ്പോൾ അതിൽ കുറച്ച് കാർട്ടൂണിൻ്റെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയിട്ടും ഉണ്ടായിരുന്നു, തും ജിയോ ഹസാരോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000. അപ്പോൾ ഇതാണ് നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ 1000 വർഷം നീ ജീവിക്കണം, ഒരു വർഷത്തിൽ 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്നതായിരുന്നു അതിലെഴുതിയിരുന്ന കാര്യം. ഹേ, ये कैसी कविता हुई? वह कुछ उलझी सुलझी सी नाना के पास दौड़ी, उन्हें कार्ड दिखाया और बोली, नाना पर 50,000 तो बहुत ज़्यादा होता है ना.
इतने साल कौन जीता है? नाना ने कहा, यह तो एक तरह की दुआ है, मतलब कुछ ऐसा काम कर जाओ कि दुनिया आपको हमेशा याद रखे. मतलब निम्मी ने जरा आगे आकर पूछा, ഹേ ये कैसी कविता हुई? ഇതെങ്ങനെയുള്ള കവിതയാണ്? वह कुछ उलझी सुलझी सी നാനാ കെ പാസ് ദൗടി. ഉൽജി സുൽജി എന്ന് പറഞ്ഞാൽ എന്താ? ആശയക്കുഴപ്പത്തോടു കൂടി. നാനാ കെ പാസ്, നാന എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ദൗടി ഓടി. അപ്പോൾ അവൾ കുറച്ച് ആശയക്കുഴപ്പത്തോടു കൂടി, അതായത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല അവൾക്ക്. അപ്പോൾ അവൾ നേരെ ആരുടെ അടുത്തോട്ട് ഓടി? മുത്തശ്ശൻ്റെ അടുത്തോട്ട് ഓടി. ഉന്നയും കാർഡ് ദിഖായ ഓർ ബോലി. അപ്പം മുത്തശ്ശനെ അവൾ കാർഡ് കാണിച്ചു. എന്നിട്ട് അവളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു. നാനാ പർ 50,000 തോ ബഹുത് സ്യാദാ ഹോത്താ ഹൈ നാ. അപ്പോൾ അവൾ മുത്തശ്ശനോട് ചോദിക്കുക, മുത്തശ്ശ 50,000 എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? ഇതനെ സാൽ കോൺ ജീത്താ ഹൈ, ഇത്രയും വർഷമൊക്കെ ആരാ ജീവിച്ചിരിക്കുക? നാനാനെ കഹ. അപ്പോൾ മുത്തശ്ശൻ എന്താ പറഞ്ഞത്? യേ തോ ഏക് തരഹ കി ദുആ ഹെ. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. ഇതൊരു തരത്തിലുള്ള പ്രാർത്ഥനയാണ് മോളെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. മത്ലബ് കുച്ച് ഐസാ കാം കർ ജാവോ കി ദുനിയ ആപ്കോ ഹമേഷ യാദ് രഹെ. അപ്പം പിന്നെ എന്താ മുത്തശ്ശൻ പറഞ്ഞത്? അതിനുള്ള മറുപടി എന്താ കൊടുത്തത്? ലോകം, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ലോകം ആപ്കോ ഹമേഷ യാദ് രഹെ, നമ്മളെ എപ്പോഴും ഓർക്കുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. കാം എന്നിവിടെ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ജോലിയോ അല്ലെ എന്തെങ്കിലും നല്ല കാര്യമോ അങ്ങനെയൊക്കെ ഉള്ള മീനിങ്ങിലാണ്. പിന്നെ ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും, യാദെന്ന് പറഞ്ഞാൽ ഓർക്കുക. മത്ലബ്. അപ്പോൾ പിന്നെയും അവൾക്ക് സംശയം, ഈ മുത്തശ്ശൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ നമ്മളെ ഓർത്തിരിക്കുമെന്നോ എന്തൊക്കെയാണ് മുത്തശ്ശൻ ഈ പറയുന്നത്? അവൾക്ക് മനസ്സിലായില്ല അല്ലേ? നിമ്മിനെ ജരാ ആകെ ആക്കാർ പൂച്ച. അവൾ പിന്നെയും മുന്നോട്ട്, കുറച്ച് അല്പം മുന്നോട്ട് വന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു. സര എന്ന് പറഞ്ഞാൽ അല്പം, ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിക്കുക. മത്ലബ് ജൈസെ മദർ തെരേസ, അമീർ ഖുസ്രോ യാ ഗാന്ധിജി, യേ ലോഗ് ആജ് സിന്ദാ നഹി ഹെ പർ ഇനേം സബ് ആജ് ഭി യാദ് രഖ്തേ ഹെ. മത്ലബ്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജയ്സെ മദർ തെരേസ, അമീർ ഖുസ്രോ യാ ഗാന്ധിജി. അമീർ ഖുസ്രോയും മദർ തെരേസയും ഗാന്ധിജിയും എല്ലാവരും നമ്മുടെ ലോകത്തിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണല്ലേ. പക്ഷേ യേ ലോക് ആ സിന്ദാ നഹി ഹേ, സിന്ദാ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക, പിന്നെ സിന്ദാ നഹി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പില്ല, ആജ് ഇന്ന്, ഈ ആൾക്കാരൊന്നും ഇന്ന് ജീവനോടെ ഇല്ല. പർ ഇനിയും സബ് ആജ് ഭി യാദ് രഖ്തേ ഹേ, പക്ഷേ ഇന്നും അവരെ നമ്മളെല്ലാവരും ഓർത്തിരിക്കാറുണ്ടല്ലേ. കാരണം നമ്മുടെ ലോകത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇന്നും ഇവരെ ഓർക്കുന്നുണ്ടല്ലേ. അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യണമെന്ന് മുത്തശ്ശൻ നമ്മുടെ നിമ്മിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗം നമുക്ക് വേറൊരു ദിവസം പഠിക്കാം.